നമുക്ക് ഈ ഓർക്കിഡിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സാധാരണ ഓർക്കിഡ് പ്ലാന്റുകൾ നമുക്ക് വരുമ്പോൾ ഇതേ രീതിയിലുള്ള ചെറിയ പ്ലാന്റുകളായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ അത് വളർന്നു വരാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയൊരു പോട്ടിലോട്ട് നമ്മൾ അതിനെ മാറ്റുകയാണ്. അപ്പോൾ ഈ വലിയ പോട്ടിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. നമുക്ക് കരി വേണം, കുറച്ച് ചകിരി വേണം, പിന്നെ ഓടിൻ്റെ പീസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതും എല്ലാം തുല്യമായ രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ ചെറിയ പോട്ടിൽ നിന്ന് നമ്മൾ റീപോർട്ട് ചെയ്യാണ്. റീപോർട്ട് ചെയ്തതിന് ശേഷം ഒരു ഫംഗസൈഡിൽ ഒന്ന് മുക്കിയെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഫംഗസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓടും ചകിരിയും നമ്മൾ കരിയും എടുക്കുന്നു. ഇത് ഈ പോട്ടിൽ തുല്യമായ രീതിയിലാണ് നമ്മളിതിനെ ഫില്ല് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇച്ചിരി ഓട് പീസുകളിടുക, അതുപോലെ തന്നെ കുറച്ച് കരിയുടെ പീസുകളിടുന്നു. അതിനുശേഷം നമ്മൾ നല്ല ചകിരി പീസുകളിടുന്നു. കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അല്പം തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചകിരി കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വാട്ടറിങ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഓടും അല്ലെങ്കിൽ ചകിരിയൊക്കെ ആ വാട്ടറുകൾ നമ്മൾ എടുത്തു. കാരണം വെച്ചാൽ ഒരു സെമി ഡ്രൈ ഫീലാണ് എപ്പോഴും ഓർക്കിഡുകൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരിക. കൂടുതൽ വെള്ളവും പാടില്ല. നമ്മൾ അതിനെ ഒന്ന് ടൈറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ വാട്ടറിങ്ങും വളവും നമ്മൾ കൊടുത്തേച്ചാൽ മതി. നമ്മൾ ഈ ഫ്ലവറിങ് കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കുന്ന ചെറിയ പ്ലാന്റുകളുണ്ടാവും. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ വെട്ടിക്കളയാതെ നമുക്കിതിൽ നിന്ന് നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിന് വെട്ടിയിട്ടിട്ട് നമ്മളിതുപോലെ ഇതുപോലെ തൂക്കി നമ്മളിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ പോട്ടിൽ നിന്നും ചെറുതായിട്ട് നമുക്ക് ഇലകൾ മുളച്ച് വരും. അപ്പോൾ അങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞ ശേഷം ആ മുളച്ച് എടുത്തതിനെ നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് പുതിയ പ്ലാന്റായിട്ട് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ മുളച്ച് വന്ന പ്ലാന്റിനെ എടുത്ത് ഉണ്ടാക്കിയതാണ് ഈ പ്ലാന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടാവുന്ന ഈ ഫ്ലവറിങ് കഴിഞ്ഞ പ്ലാന്റുകളെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നനച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ എഡ്ജിൽ നിന്നും പതുക്കെ പുതിയ ഇലകൾ നമുക്ക് വന്ന് കിട്ടും. ആ ഇലകളെ പിന്നെ നമുക്കിങ്ങനെ മുറിച്ച് കഷ്ടിച്ച് നമുക്ക് പുതിയ പ്ലാന്റുകളായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ വലിയ പ്ലാന്റുകൾക്ക് കൂടുതൽ ശിഖരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയും നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ എഡ്ജുകൾ നോക്കിയിട്ട് പുതിയൊരു പ്ലാന്റിൻ്റെ എഫക്റ്റ് വരുന്ന എവിടെയാണോ അവിടെ വെച്ചിട്ട് നമുക്ക് പതുക്കെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. മറ്റ് പ്ലാന്റിനൊന്നും അത് ബാധിക്കില്ല. ഈ രീതിയിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും.